Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to HotNews. So actually ഒരു ലോങ് ഫോർമാറ്റ് HotNews വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. നമ്മളിപ്പോൾ ഇത് ഷോർട്സിലാണ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് മോസ്റ്റ്ലി. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ വരുമ്പം കുറേ അപ്ഡേറ്റ്സ് ചിലപ്പോൾ ഔട്ട്ഡേറ്റ് ആയി പോകും, അല്ലെങ്കിൽ ഓൺ ടൈം നമുക്ക് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഷോർട്സ് ആകുമ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ആൻഡ് പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ്സ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും ഷോർട്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻഡെപ്ത് ആയിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഫുൾ ലെങ്ത് ഒരു ഹോട്ട് ന്യൂസ് വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് മിസ്സാകാതെ കാണണം. ആൻഡ് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ബിക്കോസ് അവിടെ നമ്മൾ ഒരു 2 minutes റേഞ്ചിൽ വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് അതിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ എനിവേസ് തുടങ്ങാം. സോ ഫസ്റ്റ് അപ്ഡേറ്റ് Ryzen 7000 X3D പ്രോസസേഴ്സിന്റെ ബേൺഔട്ട് ഇഷ്യൂനെ കുറിച്ചാണ്. സോ ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ Ryzen 7000 സീരീസിലെ 7800 X3Dയും 7950 X3D പ്രോസസേഴ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് യൂസേഴ്സിന് ബേൺഔട്ട് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് പ്രോസസർ ലിറ്ററലി ബേൺഔട്ട് ആയി മദർ ബോർഡും പ്രോസസറും ഡാമേജ് ആകുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് നോട്ടീസ് ചെയ്തത് റെഡിറ്റ് യൂസർ സ്പീഡ് റുക്കിയാണ്. പുള്ളിക്കാരൻ PC ഓൺ ചെയ്തിട്ട് പുറത്തെങ്ങാണ്ട് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്നപ്പം ഇതുപോലെയാണ് കണ്ടത്. മദർ ബോർഡിൽ പിൻസ് എല്ലാം ബേൺ ഔട്ട് ആയിട്ടുണ്ട്. പ്രോസസറിലെ കോൺടാക്ട് പാഡ്സും ബൾജ് ആയി ബേൺ ആയി, പ്രോസസറും മദർ ബോർഡും രണ്ടും ഡാമേജ് ആയിട്ടുണ്ട്. സോ ഈ റിപ്പോർട്ട് പുള്ളിക്കാരൻ റെഡിറ്റിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതേ സെയിം ഇഷ്യൂ പറഞ്ഞുകൊണ്ട് കുറെ യൂസേഴ്സ് വന്നത്. ആൻഡ് ഇപ്പം മാസീവായിട്ട് ഈ ഇഷ്യൂ സ്പ്രെഡ് ആയിട്ടുണ്ട്. ആൻഡ് കൂടുതലും ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ അസ്യൂസിന്റെ മദർ ബോർഡ്സ് യൂസ് ചെയ്യുന്നവരാണ്. സോ Ryzen 7000 X3D പ്രോസസർ വിത്ത് ദി കോമ്പിനേഷൻ ഓഫ് അസ്യൂസ് ഹൈ എൻഡ് ബോർഡ്സിലാണ് ഈ ഇഷ്യൂസ് കൂടുതലും കാണുന്നത്. സോ നേരത്തെ ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. AMD സൈഡും മദർ ബോർഡ് സൈഡും മദർ ബോർഡ് മേക്കേഴ്സും ഇതിന്റെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ടോപ്പ് യൂട്യൂബർ ആയ ഗെയിമേഴ്സ് നെക്സസ് എന്ന ചാനലിലെ സ്റ്റീവ് ആക്ച്വലി ഈ ഫസ്റ്റ് വന്ന ഇഷ്യൂവിൽ ഉണ്ടായ ആ പ്രോസസറും മദർ ബോർഡും ആ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ഫുൾ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്താണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി. ആൻഡ് പുള്ളിക്കാരന്റെ തറോ ഇൻവെസ്റ്റിഗേഷൻ ഇൻ കേസ് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ 3 പാർട്സ് വീഡിയോ ഉണ്ട്. സോ ആ 3 വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ആക്ച്വൽ ഇഷ്യൂ എന്നുള്ളത്. സോ ഇവിടെ മേജർലി ഇഷ്യൂ ഉണ്ടായത് അസ്യൂസ് ബോർഡ്സിന്റെ എക്സ്പോ ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ വോൾട്ടേജിന്റെ ഇൻക്രീസ് കാരണമാണ്. ഇത് സ്റ്റീവ് പല ബോർഡ്സിലും ടെസ്റ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ബിക്കോസ് AMD പ്രോസസർ സൈഡിൽ അങ്ങനെ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അസ്യൂസിന്റെ മദർ ബോർഡ്സിലെ എക്സ്പോ എന്ന് പറയുന്നത് AM5 സോക്കറ്റിലെ XMP എനേബിൾ ചെയ്യുന്ന ആ ഫീച്ചറിനെയാണ് എക്സ്പോ എന്ന് പറയുന്നത്. സോ അസ്യൂസ് ബോർഡ്സിൽ റാം ഓവർക്ലോക്കിംഗ് അല്ലെങ്കിൽ എക്സ്പോ ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അസ്യൂസ് ബോർഡ്സിൽ ഇത് 1.35 വോൾട്സിന് മേലെയായിരുന്നു പോകുന്നത്. സോ ഇതായിരുന്നു മേജർ ഇഷ്യൂ. മറ്റ് ബോർഡ്സ് എല്ലാം നോക്കുവാണെങ്കിൽ 1.2 ആ റേഞ്ച്, അതായത് AMD സ്പെസിഫൈ ചെയ്ത ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അസ്യൂസ് ആണ് ആക്ച്വലി അവരുടെ ബയോസ് കംപ്ലീറ്റ്ലി സ്ക്രൂ അപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഇവിടെ ആക്ച്വലി വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. അസ്യൂസ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു ബയോസ് അപ്ഡേറ്റ് ഇറക്കിയായിരുന്നു. ഒരു ഇൻകംപ്ലീറ്റ് ബയോസ് അപ്ഡേറ്റ് ആയിരുന്നു അത്. ജസ്റ്റ് അവരുടെ സൈഡ് സേഫ് ആക്കാൻ വേണ്ടി ഇറക്കിയ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ആൻഡ് ബയോസ് അപ്ഡേറ്റിന്റെ പേജിൽ ക്ലിയർലി അവർ മെൻഷൻ ചെയ്തത് ഇൻ കേസ് ബയോസ് അപ്ഡേറ്റ് ചെയ്ത് മദർ ബോർഡിനോ പ്രോസസറിനോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അസ്യൂസിന്റെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസിബിലിറ്റി അവർ എടുക്കില്ല എന്നാണ്. സോ ഇത് വലിയൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് അസ്യൂസ് ബോർഡ്സിലെ പല കംപ്ലയിൻസും പറഞ്ഞ് ടോപ്പ് യൂട്യൂബേഴ്സ് പുറത്തു വന്ന് വീഡിയോസ് ഉണ്ടാക്കി ആൻഡ് അസ്യൂസിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ സ്പോൺസർഷിപ്പ് ഇതെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല യൂട്യൂബേഴ്സും വീഡിയോസ് ചെയ്തായിരുന്നു. സോ ഫൈനലി എന്തായാലും അസ്യൂസ് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. സോ ആസ് ഓഫ് നോ ഇഷ്യൂ 100% സോൾവ് ആയെന്ന് ചോദിച്ചാൽ 100% സോൾവ് ആയിട്ടില്ല. ഏറ്റവും മെയിനായിട്ട് AMDയും മദർ ബോർഡ് മേക്കേഴ്സും പറയുന്നത് ബയോസിൽ നിങ്ങൾ ഒരു ചേഞ്ചും ചെയ്യാതിരിക്കുക, ഡീഫോൾട്ട് സെറ്റിംഗ് തന്നെ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ Ryzen 7000 സീരീസ് X3D പ്രോസസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു പ്രോസസേഴ്സിൽ ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഓൺലി ലേറ്റസ്റ്റ് ഇറങ്ങിയ X3D റേഞ്ച് ഓഫ് പ്രോസസേഴ്സിലാണ് ഈ ഇഷ്യൂ ഇതുവരെ നോട്ടീസ് ചെയ്തത്. സോ വൺസ് അഗൈൻ ഇൻ കേസ് നിങ്ങൾ 7000 സീരീസിലെ X3D പ്രോസസേഴ്സ് വിത്ത് അസ്യൂസ് മെയിൻലി അസ്യൂസ് ബോർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് സെറ്റിംഗിൽ തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ബയോസ് അപ്ഡേറ്റ് നിങ്ങൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ബയോസ് അപ്ഡേറ്റിൽ ഈ വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ വോൾട്ടേജ് മാക്സിമം ഔട്ട് ഓഫ് ദ ലിമിറ്റ്സ് പോകാതിരിക്കാനുള്ള സെറ്റിംഗ്സും അങ്ങനത്തെ ട്വീക്സും ചെയ്തിട്ടുണ്ട്. എനിവേസ് നെക്സ്റ്റ് അപ്ഡേറ്റും AMDയുടെ ബയോസിനെ കുറിച്ചാണ്. AMD കംപ്ലീറ്റ്ലി ബയോസിനെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ AMD യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ ഓൺ ഡെവലപ്ഡ് അഗീസ എന്നൊരു ഫീച്ചറാണ്. ലൈക്ക് ബയോസ് ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അഗീസ എന്ന് വെച്ച് കഴിഞ്ഞാൽ AMD ജനറിക് എൻകാപ്സുലേറ്റഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. സോ ഇതൊരു മെയിൻ ബൈനറി കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം ലൈബ്രറിയാണ് AMD ഡെവലപ്പ് ചെയ്തത് അവരുടെ ബയോസിനെ കോൺഫിഗറേഷൻ ചെയ്യാനും ബയോസിലെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. സോ ഈ കോഡ്സ് ആണ് AMD മറ്റു മദർ ബോർഡ് മേക്കേഴ്സിന് സപ്ലൈ
ചെയ്യുന്നത്. സോ അതിന്റെ ബേസിസിലാണ് മദർ ബോർഡ് വെൻഡേഴ്സ് ബയോസ് അല്ലെങ്കിൽ ഓവറോൾ ബയോസ് കോൺഫിഗർ ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം AMD എപ്പിക് പ്രോസസേഴ്സിലാണ് ഈ അഗീസ ബയോസ് റീപ്ലേസ് ചെയ്ത് പുതിയ ഓപ്പൺ CL ബയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു ഓപ്പൺ സോഴ്സ് യൂട്ടിലിറ്റി ആണെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ബയോസ് ഫീച്ചർ ആയിരിക്കും. സോ ഓൾദോ ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പോഴൊന്നും കൺസ്യൂമർ പ്രോസസേഴ്സിൽ വരത്തില്ല. എന്തായാലും 2026 ആകുമെന്നാണ് പറയുന്നത്. ബിക്കോസ് കോഡിംഗ് എല്ലാം ചെയ്ത് അതിന് ഇവാലുവേഷൻസും കാര്യങ്ങളും ചെയ്ത് പല റൗണ്ട് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻസ് എല്ലാം ചെയ്തിട്ടേ വരത്തുള്ളൂ. നെക്സ്റ്റ് അപ്ഡേറ്റ് പുതിയ ഗ്രാഫിക്സ് കാർഡ്സിനെ കുറിച്ചാണ്. nvidia സൈഡ് ആൻഡ് AMD സൈഡ് പുതിയ GPUs ബഡ്ജറ്റ് GPUs വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ nvidia സൈഡ് സംസാരിക്കുകയാണെങ്കിൽ nvidia RTX 4060 ആൻഡ് 4060 Ti റീസെന്റ് nvidia അനൗൺസ് ചെയ്തിരുന്നു. സ്റ്റാർട്ടിംഗ് ഫ്രം $299 ആണ്. 4060 Ti യുടെ പ്രൈസിംഗ് $399 ആണ്. 8GB വേരിയന്റ് ആൻഡ് ഒരു പുതിയ 16GB വേരിയന്റും ഉണ്ട്. $499 ആണ് സ്റ്റാർട്ടിംഗ്. സോ ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4060 31,000 ആയിരിക്കും. 4060 Ti 8GB വേരിയന്റ് ആൻഡ് 16GB വേരിയന്റ് നിയർലി 51,000 റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. സോ സ്പെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ 4060 ഒരു 8GB GPU ആണ്. 150 വാട്ട്സ് ആണ് TDP പറയുന്നത്. 8GB VRAM GDDR6X ബേസ്ഡ് 2.4 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക് ആൻഡ് 128 ബിറ്റിന്റെ ആണ് മെമ്മറി ബസ് വിഡ്ത്ത്. ആൻഡ് 4060 Ti നോക്കുകയാണെങ്കിൽ 160 വാട്ട്സിന്റെ ആയിരിക്കും TDP. 8 and 16GB വേരിയന്റ്സ് GDDR6X 2.5 GHz ആണ് ബൂസ്റ്റ് ക്ലോക്ക്. സെയിം 128 ബിറ്റിന്റെ ആണ് മെമ്മറി ബസ് വിഡ്ത്ത്. ആൻഡ് പെർഫോമൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ nvidia ക്ലെയിം ചെയ്യുന്നത് 4060 Ti 1.7 times faster than 3060 Ti എന്നാണ് ആൻഡ് 2.6 times faster than 2060 Super. ഇത് nvidia ക്ലെയിംസ് ആണ്. ഇതിന്റെ റിയൽ എങ്ങനെയാണ് തേർഡ് പാർട്ടി ബെഞ്ച് മാർക്സ് ഒക്കെ വന്നാലും നമുക്ക് അറിയത്തുള്ളൂ. സോ എനിവേസ് പ്രൈസിംഗ് വൈസ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് 4060 31,000 എന്ന് പറയുമ്പോൾ നിയർലി 3060 അതേ പ്രൈസിംഗ് ആണ്. ഇപ്പോഴത്തെ 28-29 ആണ് സ്റ്റാർട്ടിംഗ് 3060. സോ നിയർലി ആ ഒരു പ്രൈസിംഗിൽ തന്നെയാണ് 4060 വരുന്നത്. ഇപ്പൊ നമുക്ക് 4070 നിയർലി ഒരു 58,000 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 16GB വേരിയന്റിന് 51-52,000 MSRP ഇട്ടത് എന്തായാലും ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. എന്തായാലും പെർഫോമൻസും കാര്യങ്ങളും വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ 16GB വരുന്നത് എന്തായാലും അതൊരു നല്ല കാര്യമാണ്. ബിക്കോസ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കുറച്ച് പുതിയ ഗെയിംസ് നോക്കുകയാണെങ്കിൽ VRAM കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ബഡ്ജറ്റ് യൂസേഴ്സിന് എന്തായാലും അതൊരു നല്ല കാര്യമായിരിക്കും. ആൻഡ് മറ്റൊരു റൂമർ കേൾക്കുന്നത് 4060 Ti ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ 3060യുടെ പ്രൈസിംഗ് നിയർലി $100 കുറയുമെന്നാണ്. ബിക്കോസ് ഒബ്വിയസ്ലി 4060യുടെ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സെയിം 3060യുടെ പ്രൈസ് തന്നെയാണ്. എനിവേസ് 4060 Ti 8GB വേരിയന്റ് May 24th ആയിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. ആൻഡ് മറ്റ് രണ്ട് മോഡൽസ് അതായത് 4060 ആൻഡ് 4060 Ti 16GB വേരിയന്റ്സ് ജൂലൈയിലായിരിക്കും വരുന്നത്. ആൻഡ് ഓൾസോ AMD സൈഡിൽ നിന്നും ബഡ്ജറ്റ് GPUs വരുന്നുണ്ട്. ഇതുവരെ 7000 സീരീസിൽ AMD ഇറക്കിയത് 7900 XTXും 7900 XT മാത്രമാണ്. സോ ഇപ്പം 7600 XT ആയിരിക്കും വരുന്നത്. സോ ഒഫീഷ്യലി ഇവിടെ നോക്കുവാണെങ്കിൽ ആസ്റോക്കിന്റെ ഒരു ഫയലിംഗ് ആണ് കാണുന്നത്. 3 മോഡൽസ് ആണ് ആസ്റോക്ക് ഫയൽ ചെയ്തേക്കുന്നത്. 3 ഡിഫറെന്റ് മോഡൽസ് ആണ്. ആസ്റോക്കിന്റെ ചാലഞ്ചർ OC, ആസ്റോക്കിന്റെ ഫാന്റം ഗെയിമിംഗ് OCയും ആസ്റോക്കിന്റെ പുതിയൊരു സ്റ്റീൽ ലെജൻഡ് OC GPU ആണ് ഇവിടെ നമുക്ക് നെയിമിംഗ് കാണുന്നത്. സോ എല്ലാ മോഡൽസ് നോക്കുവാണെങ്കിൽ 8GB VRAM ആയിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല റീസെന്റ് സഫയർ എന്ന ബ്രാൻഡിന്റെയും 7600 XT മോഡലും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ മേ ബി എക്സ്പെക്ട് ചെയ്യുന്ന ഇതും മെയ് എൻഡ് അല്ലെങ്കിൽ ജൂൺ ആ ഒരു പീരീഡിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. നെക്സ്റ്റ് അപ്ഡേറ്റ് AMDയുടെ Ryzen APUസിനെ കുറിച്ചാണ്. നമുക്കറിയാം Ryzen APUs ഏറ്റവും കൂടുതൽ ആൾക്കാർ ബഡ്ജറ്റ് യൂസേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസർ ലൈനപ്പ് ആണിത്. സോ Ryzen 7000 സീരീസിന്റെ APUസിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ലീക്ക് വന്നിട്ടുണ്ട്. സോ RX 780M എന്ന RDNA 3 ബേസ്ഡ് IGPUയുടെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് ലീക്ക് ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് ആസ് പെർ ദ ലീക്സ് നോക്കുവാണെങ്കിൽ ഇതേ IGPU വെച്ചാണ് ഇൻ കേസ് 7000 സീരീസിലെ ഏതെങ്കിലും APUs ഇറങ്ങാൻ പോകുന്നതെങ്കിൽ ദേ വിൽ ബി വെരി പവർഫുൾ. ബിക്കോസ് ഓൾറെഡി ASUS ഒരു ഹാൻഡ് ഹെൽഡ് കോൺസോൾ ഇറക്കിയായിരുന്നു. ASUS ROG Ally. ഇതിൽ യൂസ് ചെയ്ത Zen 4 ബേസ്ഡ് പ്രോസസറും RDNA 3 ബേസ്ഡ് ഗ്രാഫിക്സ് ആണ്. ആൻഡ് ഇതേ ടൈമിലാണ് വേറൊരു ചൈനീസ് കോൺസോളും ഇറങ്ങിയത് A1 Pro എന്ന പേരിൽ. ആൻഡ് ഇതിൽ യൂസ് ചെയ്ത പ്രോസസറാണ് Ryzen 7 7840U. ആൻഡ് ഈ പ്രോസസറിലുള്ള IGPU ആണ് RX 780M മോഡൽ. സോ GeekBenchന്റെ പെർഫോമൻസ് സ്കോർസ് അല്ലെങ്കിൽ കമ്പാരിസൺ ഇവിടെ നോക്കുവാണെങ്കിൽ RX 780M എന്ന IGPU ഈസ് ഫാസ്റ്റർ ദാൻ 1650. ആൻഡ് ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്തത് NVIDIAയുടെ GTX 1650 Tiയും RTX 2050 GPU ആയിട്ടാണ്. ഇത് രണ്ടും മൊബൈൽ GPUs ആണ്. സോ ദാറ്റ് മീൻസ് പെർഫോമൻസ് വൈസ് RX 780M IGPU 1650യെക്കാളും ബെറ്റർ ആയിരിക്കും. സോ 1650യെക്കാളും ബെറ്റർ ആയിട്ടുള്ള IGPU ഉള്ള ഒരു പ്രോസസർ AMD ഇറക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹ്യൂജ് ഹിറ്റ്. എനിവേസ് ഇതിനെക്കുറിച്ച് അധികം ന്യൂസ് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതൊരു കോൺസോൾ ബേസ്ഡ് പ്രോസസറിലെ ബെഞ്ച് മാർക്സ് ആണ് ഇതെല്ലാം. സോ ഡെസ്ക്ടോപ്പ് വേരിയൻസ് AMD ഇറക്കുമെങ്കിൽ എപ്പോൾ ഇറക്കും ഇതിനെക്കുറിച്ച് കൺഫർമേഷൻസോ അതിനെക്കുറിച്ച് ലീക്സ് ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല. സോ ഹോപ്പ്ഫുള്ളി AMD Ryzen 7000 സീരീസിൽ ഈ IGPU വെച്ച് APUs ഇറക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. 7000 APUനെ കുറിച്ച് എന്തായാലും നമുക്കറിയത്തില്ല. പക്ഷേ 8000 സീരീസ് Ryzen 8000 സീരീസ് പ്രോസസേഴ്സിന്റെ ന്യൂസും ലീക്സ് എന്തായാലും വരുന്നുണ്ട് ഇപ്പം. സോ Zen 5 ബേസ്ഡ് ആർക്കിടെക്ചർ ആയിരിക്കും. കോർ കൗണ്ടിൽ ഒരു ചേഞ്ചും ഇല്ല. 6 to 16
16 കോഴ്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിലൊരു ചേഞ്ചും ഇല്ല. TSMCയുടെ 3 നാനോമീറ്റർ പ്രോസസ് നോഡിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ 20 to 25% എഫിഷ്യന്റ് ആയിരിക്കും എന്നാണ് ലീക്സ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 20% പവർ കൺസംഷൻ കുറച്ചുകൊണ്ട് നിയർലി 20% ബെറ്റർ പെർഫോമൻസ് ദാൻ 7000 സീരീസ് ആയിരിക്കും 8000 സീരീസ് റൈസൻ പ്രോസസേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 2024 ജൂണിലായിരിക്കും ഇത് ഇറങ്ങാൻ പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ ലീക്സ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അധികം ന്യൂസും ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ആൻഡ് സിമിലർലി ഇന്റലിന്റെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ റാപ്റ്റർ പ്രോസസേഴ്സിന്റെ തന്നെ ഒരു റീഫ്രഷ് ഉണ്ടാകുമെന്നാണ് ലീക്സ് പറയുന്നത്. സോ ഇത് 2023 തേർഡ് ക്വാർട്ടറിൽ മേ ബി അനൗൺസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഇന്റൽ തന്നെ ഒഫീഷ്യലി പറയുമെന്നാണ്. സോ സെയിം 13th ജനറേഷൻ റാപ്റ്റർ പ്രോസസർ ലൈനപ്പ് തന്നെയായിരിക്കും. ചെറുതായിട്ട് ട്വീക്സ് ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും 14th ജനറേഷൻ ഇറക്കാൻ പോകുന്നത്. സോ ഇവിടെ i3 ആൻഡ് i5 വേരിയൻസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. i5ൽ 6+8 കോഴ്സ് ഉള്ള പ്രോസസർ ലൈനപ്പ് ഉണ്ടാകും. ആൻഡ് i3ൽ 2+8 കോഴ്സ് കോമ്പിനേഷൻ വരുന്ന പ്രോസസേഴ്സ് ഉണ്ടാകുമെന്നാണ് ലീക്സ് പറയുന്നത്. ആൻഡ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ i9 പ്രോസസേഴ്സിന്റെ സ്പീഡ് 6.5 GHz വരെ പോകുമെന്നാണ് പറയുന്നത്. സോ അത് ഇപ്പോഴത്തെ 13900K പ്രോസസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7% പെർഫോമൻസ് അപ്ലിഫ്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ചും കൺഫേംഡ് ഇന്റൽ സൈഡിൽ നിന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേസ് അതായിരുന്നു ഇന്നത്തെ ഹോട്ട് ന്യൂസ് വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. PC ബിൽഡ്സ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു കോൺടാക്ട് മീ. നമ്പർ ഇവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ വേണേലും കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.